കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയോജക മണ്ഡലമാണ് അനലൈസ് ചെയ്യുന്നത്. 9 പഞ്ചായത്തുകൾ ചേർന്നാണ് ചടയമംഗലം. ചടയമംഗലത്തിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുകയാണെങ്കിൽ LDF ആണ് മുന്നിൽ. അത് ടൈറ്റാണ്. ചെറിയ മാർജിന് LDF മുന്നിലാണ്. 62,611 വോട്ട്, 40% വോട്ടുണ്ട് LDFന്. UDFന് 59,123, 38.1%. പിന്നെ സിമിലർ വോട്ട് പാറ്റേൺ ആണ്. NDA 15% വോട്ടുണ്ട്, 23,000 വോട്ട്. അതേഴ്സിന് ഒരു 10,000 വോട്ട് വെളിയിലുണ്ട്. മെമ്പർമാരെ കൂടെ നോക്കുവാണെങ്കിൽ മെമ്പർമാര് 79 മെമ്പർമാർ LDFനുള്ളപ്പോൾ UDFന് 69 പേര്, BJPക്ക് 11 പേര്, മറ്റുള്ള സ്വതന്ത്രർ എന്ന് പറയുന്ന 6 പേരുണ്ട്. നമുക്ക് ചടയമംഗലത്തിലെ മത്സരാർത്ഥികളെ നോക്കാം. ചടയമംഗലത്ത് ഇപ്പൊ നിൽക്കുന്നത് CPIയുടെ സിറ്റിംഗ് സീറ്റാണ്. ചിഞ്ചുറാണി 67,000 വോട്ടിന് ജയിച്ചാണ്. സെയിം ആൾക്കാർ തന്നെയാണ് നിൽക്കുന്നത്. CPI ചിഞ്ചുറാണി നിൽക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ MM നസീഫ് നിൽക്കുന്നുണ്ട്, BJPയുടെ പുതിയൊരാളാണ് RS അരുൺ രാജ്, SDPIക്ക് അവിടെ സ്ഥാനാർത്ഥിയുണ്ട്. അപ്പം കോൺഗ്രസിന്റെ ആണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഉള്ളത്. SDPIയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ എതിരുമുണ്ട്. SDPIക്ക് കഴിഞ്ഞ തവണ 2,000 വോട്ട് പിടിച്ചിരുന്നു. കോൺഗ്രസിന്റെ മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു. ശരിയാണ്. ഓക്കെ, എന്തായാലും കൊല്ലം ജില്ല ചടയമംഗലം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തമ്മിലാകെ 2,000-3,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ചിഞ്ചുറാണി അത്യാവശ്യം അറിയപ്പെടുന്നൊരു MLA ആണ്. വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ഞാൻ ഒരു 5,000 വോട്ടിൽ താഴെയുള്ള മണ്ഡലങ്ങളെല്ലാം UDFന് അനുകൂല ഒരു ട്രെൻഡ് ഉണ്ടെന്നാണ്. സത്യത്തിൽ ഇവിടെ ഇപ്പം ഈ SDPI കാൻഡിഡേറ്റ് വോട്ട് പിടിക്കുന്നതാണ് നമുക്ക് ചിലപ്പം UDFന് വലിയൊരു ക്ഷീണമാകാൻ പോകുന്നത്. എങ്കിലും ഞാൻ LDF ഒരു 4,000-5,000 വോട്ട് കുറച്ച് പിടിക്കുമെന്ന് തോന്നുന്നു. UDF ജയിക്കുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ആകെ SDPIയുടെ വോട്ട് 3,000 വോട്ടൊക്കെ പിടിച്ച് UDFനാണ് വിള്ളൽ വീഴാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ചടയമംഗലത്ത് ഒരു ഇത്രയും ടൈറ്റായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രയും ടൈറ്റ് വോട്ട് പിടിച്ചെങ്കിൽ UDFന് ഒരു 3,000 വോട്ട് കൂടെ കൂടുതൽ പിടിക്കാം എന്നുള്ളൊരു അനാലിസിസ് കൊണ്ടാണ് UDF ചടയമംഗലം ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ല എങ്കിൽ ചെറിയ മാർജിന് തോറ്റെങ്കിൽ SDPIയുടെ വോട്ട് കൊണ്ടാണ് ക്ഷീണം വരുന്നത്. അപ്പം എന്തായാലും UDF ഞാൻ ചടയമംഗലത്ത് UDFന് വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.